സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വട്ടയപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല സ്പോഞ്ച് പോലുള്ള വട്ടയപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 200 ml 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊരു 4-5 മണിക്കൂറൊന്ന് കുതിർത്തി എടുക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് രാവിലെയാണ് വെള്ളത്തിലിട്ടത്. അപ്പം അതിലേക്കായിട്ട് ഞാൻ ഒരു അരമുറി നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നാളികേരത്തിൻ്റെ വെള്ളം, അതിൽ 2 സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അരി ഞാനിതിൻ്റെ പകുതിയാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പകുതി അരിയും പകുതി നാളികേരം 2 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി നമുക്ക് ഇതിന്ന് 2 തവി മാവ് എടുത്തിട്ട്, ചെറിയ തവിയാണ്, മാവ് എടുത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം, ഒന്ന് കപ്പി കാച്ചിയെടുക്കാം കേട്ടോ. ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. വല്ലാതെ ഡ്രൈ ആയി പോകണ്ട, നമുക്കൊരു കുറച്ച് വെള്ളമയത്തോട് കൂടിയിട്ടുള്ള ഒരു കുറുക്ക് കിട്ടണം. അപ്പം അത് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അരി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം അരിയും നാളികേരവും 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്, നാളികേരത്തിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട്. അപ്പം ഞാൻ ആകെ 6 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് കേട്ടോ. അപ്പം ഞാനത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് നമ്മളെ കുറുക്കും അതിൽ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കപ്പി കാച്ചിയ മാവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ ഈസ്റ്റൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ യോജിപ്പിച്ച് വയ്ക്കാം. ഞാനിതിൽ ചോറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നാളികേരത്തിൻ്റെ വെള്ളവും പിന്നെ തേങ്ങയും പഞ്ചസാരയും അതുതന്നെ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മാവൊന്ന് പൊന്തി വരാനുണ്ട്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു, നമ്മൾ മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വല്ലാതെ ഇതാക്കണ്ട, കോരിയിട്ട് നമുക്ക് എണ്ണ പുരട്ടി വെച്ച പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 തവി മാവാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അധികം ഒഴിക്കുന്നില്ല, അത് നന്നായി പൊന്തി വരും. അപ്പം നമ്മളെ സ്റ്റീമറിൽ ഇതൊന്ന് വെച്ച്
വേവിച്ചെടുക്കാം. അത് 20 മിനിറ്റ് ആയപ്പോൾ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 വട്ടയപ്പമാണ് ഉണ്ടാക്കിയത്. ഒരു വട്ടയപ്പത്തിനുള്ള മാവും കൂടി ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി വട്ടയപ്പാണ്. നല്ല സ്പോഞ്ച് പോലത്തെ വട്ടയപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. താങ്ക് യു.